സമയം ഇപ്പൊ ഏകദേശം 11:20. വിശന്നിട്ട് 2 കഞ്ഞി ഓർഡർ ചെയ്തതാ സ്വിഗ്ഗിയില്. ഇവരോട് ചാറ്റ് ചെയ്തിട്ട് ഇവര് നേരാവണൊരു ഇത് മോശം ഫുഡാ തന്നെ. ഇത് എപ്പോ ഉണ്ടാക്കിയതാ? ഇത് മിഞ്ഞാന്ന് ഉണ്ടാക്കിയത്. ഒരു കഞ്ഞി, ചെറുപയർ കഞ്ഞി നമ്മള് അത് ഈ അച്ചാറൊന്നും ഇല്ല. അച്ചാറ് അച്ചാറ് ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് എടുത്തതാ. അച്ചാർ അതിൽ കാണിക്കുന്നുണ്ട്, ചമ്മന്തി ഉണ്ട്, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള. ഇതില് പയറ് പോലൊന്നും പറയാനില്ല, ഒന്നുമില്ല. മോശമായിട്ട് പറ്റൂല. പയറില്ലാത്തത് പോട്ടെ, പയറില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് മോശ സാധനം. ഈ റൈസ് മോശ സാധനം, കഴിക്കാൻ പറ്റില്ല. ഇത് എത്ര ദിവസം അറിയില്ല. സ്വിഗ്ഗിയില് ഇവര് നമ്മള് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തത്. സ്വിഗ്ഗിയില് ഇതുവരെ ആയിട്ട് ഇവര് നേരാവുന്ന ഒരു റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല. പിന്നെ പോരാത്തോ ഒരു ബില്ലോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പേപ്പർ ഏതിന്റെയോ കവർ മുറിച്ചിട്ട് ഇങ്ങനെയാ. സാധാരണ ഇങ്ങനെയാണോ വരാറ്? ഇങ്ങനെയല്ല ഞങ്ങൾ ഓർഡർ ചെയ്തോണ്ടിരിക്കുന്നതാ. ഇത് ഇങ്ങനെ ഒരാളെ തരാൻ പറ്റില്ല. ഒന്നിക്കിൽ നമ്മളിപ്പോ റെസ്റ്റോറന്റിലേക്ക് പോകും. റെസ്റ്റോറന്റിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി വീഡിയോ നമുക്ക് കാണാം. ഇത് സ്വിഗ്ഗിയിൽ എന്നാന്ന് ഫൈനൽ ഇത് നോക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഇത് എന്തായാലും വെറുതെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഭയങ്കര ഡേർട്ടി ഫുഡായത് മനുഷ്യന്മാർക്ക് കഴിക്കാൻ കൊള്ളുന്ന സംഭവമല്ല. അങ്ങനെ ഞങ്ങള് റെസ്റ്റോറന്റിൽ ഒന്നും പറയുന്നില്ല, തിരിച്ച് ഇതേപോലെ മര്യാദക്ക് ഈ കവറിലിട്ട് ഞങ്ങൾ തിരിച്ചുകൊണ്ട് കൊടുക്കാണ്. എവിടെന്നാണോ ഓർഡർ ചെയ്ത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോവാം. കഴിക്കാൻ പറ്റാത്ത ഫുഡ് നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമല്ലേ. എത്രയൊക്കെ പൂട്ടിച്ചു, എത്രയൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞാലും ഇതിനൊന്നും ഇന്നൊരു കുറവില്ല. 11 മണിക്ക് വിശന്നിട്ട് ഓർഡർ ചെയ്തതാ. കഞ്ഞിയാണ് ഓർഡർ ചെയ്തത്, വേറെ ഒന്നുമല്ല. അപ്പൊ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് കിട്ടി. നമ്മളത് ഞങ്ങൾക്ക് ഈ കവർ കണ്ടപ്പോ തന്നെ ഡൗട്ട് തോന്നി. എന്താന്ന് വെച്ചാ സാധാരണ ഞങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്, ഇങ്ങനെയൊന്നും വരാറില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. കൊടുക്കാം, ഒന്നും വഴക്കിനോ അങ്ങനെ ഇല്ല. അവിടെ കൊണ്ടു കൊടുത്ത് നമുക്ക് അവസ്ഥ നോക്കാം. ഇപ്പൊ ആദ്യ രാത്രിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനല്ലേ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് സ്വിഗ്ഗിയിൽ ഞങ്ങള് ചോദിച്ചപ്പോ റീഫണ്ട് ഒക്കെ കിട്ടി. പക്ഷെ റീഫണ്ട് അല്ല ചോദിച്ചത്. ആക്ച്വലി ആ റെസ്റ്റോറന്റിന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഞാൻ ചോദിച്ചത്. അത് തരുന്നില്ല അവര്. അതെന്തുകൊണ്ട് അവര് തരുന്നില്ല? ഞങ്ങൾക്ക് റീഫണ്ട് വേണ്ട ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റീഫണ്ട് അയച്ചു തന്നു. പക്ഷെ അവര് എമൗണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ അങ്ങനെയല്ലല്ലോ. ഒരു ആൾക്കൊരു ഫുഡ് കൊടുക്കുന്നതിന് ഒരു മര്യാദയില്ലേ. മോശമായ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. പൈസന്റെ മാത്രല്ല, ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്താ പോരെ. എന്തിനീ പഴയ ഫുഡ് എങ്ങനെ കൊടുക്കുന്നത്? അതാ അറിയണ്ടേ. പഴയ ഫുഡ് അഡ്രസ് നോക്കി വന്ന് ഞങ്ങൾ പെട്ടു. ഇവിടെ അങ്ങനെ ഒരു അഡ്രസ്സും കാര്യങ്ങളേ ഇല്ല. ഒരു ബോർഡ് പോലും ഇവിടെ കാണാനില്ല. പക്ഷെ അതിങ്ങനെ സ്വിഗ്ഗിയിൽ അങ്ങനെ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ നിന്ന് നമ്മള് സ്വിഗ്ഗിയിൽ ഒരു ചെറുപയർ കഞ്ഞി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയ ഫുഡ് കഴിക്കാൻ കഴിയാത്തവണ്ണം മോശമായിട്ടുള്ള ഒരു ഫുഡായിരുന്നു. അപ്പോൾ നമ്മളത് സ്വിഗ്ഗിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് തപ്പി നിങ്ങളുടെ ഏകദേശം ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ റെസ്റ്റോറൻ്റ് ഒന്നും കാണുന്നില്ല. നിങ്ങളുടെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. നിങ്ങൾക്ക് കോള് കണക്റ്റ് ആവുന്നുമില്ല. ഞങ്ങൾ എന്തായാലും ഈ സംഭവം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ കംപ്ലയിൻറ്റും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെറുപയർ കഞ്ഞി കിട്ടിയാൽ നമുക്ക് ചെറുപയറില്ല, ഒരു കഞ്ഞി മാത്രമേ കിട്ടിയത്. അത് കഴിക്കാൻ പറ്റാത്തൊരു കഞ്ഞിയായിരുന്നു കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട്. നമ്പർ കിട്ടി. ഞങ്ങൾ വാട്സപ്പ് ചെയ്തു. വിളിച്ചപ്പോൾ കിട്ടുന്നില്ല നമ്പറിൽ. ലൊക്കേഷൻ നോക്കി പോയി. ഒരുപാട് അലഞ്ഞു. ലൊക്കേഷൻ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പോൾ അവിടെ തന്നെ ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും എന്തെങ്കിലും പട്ടം കഴിച്ചിട്ട് പോവാം. 12 മണിയായ സമയം. എന്താ അവസ്ഥ അല്ലേ. ഞങ്ങള് എന്നുണ്ടാക്കാറുണ്ട്. ഇടയ്ക്ക് ഇന്ന് പിന്നെ സൺഡേ അല്ലേ, അപ്പം അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. അത് കഞ്ഞി മാത്രമേ ഉള്ളൂ. ഹെവി ആയിട്ടുള്ള ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. 2 കഞ്ഞി മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വന്നത് ഇങ്ങനെയായിരുന്നു. അവർക്ക് എന്താ പറയുക, അവരെ പോലെ തന്നെയല്ലേ നമ്മളും. മനുഷ്യർ തന്നെയല്ലേ. അവരിത് കഴിക്കോ? ഇല്ലല്ലോ. എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ പറയാനില്ല. സദേൺ സ്പൈസിന്റെ ആണല്ലോ ഇത് കാണിക്കുന്നേ. ലൊക്കേഷനോ? അല്ല, ഇയാളുടെ ഡിപി ശരിയാണല്ലോ. പിന്നെ എങ്ങനെയാ നാടൻ കലവറ എന്ന് പറഞ്ഞിട്ട് വരുന്നത്? സദേൺ സ്പൈസ് നമ്മൾ ഓർഡർ ചെയ്യാത്തൊരു സംഭവം. ഏറ്റവും മോശം ഫുഡ് കിട്ടുന്ന അത്രയും ഡേർട്ടി. നിങ്ങളതിന്റെ സദേൺ സ്പൈസ് കൊണ്ട് നിങ്ങള്
പിന്നെ തോട്ടക്കാട്ടുകര ഇവിടെ അടിച്ചു നോക്കിയാൽ മതി. ഗൂഗിൾ റിവ്യൂസിൽ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ അതിൽ വന്നത് നമുക്ക് കാണാൻ പറ്റും, എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പം അതാണ് ഇപ്പം അവരുടെ DP കാണിക്കുന്നത്. പിന്നെ എങ്ങനെ അത് നാടൻ കലവറയായെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സദേൺ സ്പൈസ് എങ്ങനെ നാടൻ കലവറയായി? ഇനിയിപ്പോൾ ആരും വാങ്ങാത്തത് കൊണ്ട് അങ്ങനെ ആക്കിയതാണോ പേര്? അറിയില്ല. ഞാൻ എന്തായാലും ഞങ്ങൾ എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താവും നമുക്ക് നോക്കാം. ഹലോ. സാറേ, ഞാൻ ആലുവയിൽ നിന്നാണ് വിളിക്കുന്നത്. ആക്ച്വലി ഞാൻ സ്വിഗ്ഗി ത്രൂ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ മോശമായിട്ടുള്ള ഫുഡാണ് കിട്ടിയത്. കഴിക്കാൻ പറ്റാത്ത തക്കമുള്ള മോശമായിട്ടുണ്ടായിരുന്നു ആ ഫുഡ്. അപ്പം ഞാൻ ആക്ച്വലി ആ റെസ്റ്റോറൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് അവർ പറഞ്ഞ ലൊക്കേഷനിലേ ഇല്ല. ഞാൻ ആക്ച്വലി ആ ലൊക്കേഷനിൽ വന്നു. അപ്പോൾ ആ ലൊക്കേഷനിൽ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റും ഇല്ല, അങ്ങനെ ഒരു ഇതും കാണുന്നില്ല. ഞാൻ അവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കി, അതും പറ്റുന്നില്ല. ഭയങ്കര മോശമായിട്ടുള്ള ഫുഡാണ്. ഞാൻ ആക്ച്വലി ഒരു കഞ്ഞിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഫുഡാണ് കിട്ടിയത്. നമുക്ക് ആ റെസ്റ്റോറന്റിന്റെ പേരും ലൊക്കേഷനും എല്ലാം വേണം. ഞാൻ പേരും ലൊക്കേഷനും തരാം. ഞാൻ അങ്ങനെ ഒരു ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്തോ? അങ്ങനെ ഒരു ഹോട്ടൽ അവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല, അങ്ങനെ ഇവര് ആക്ച്വലി ഞാൻ സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത്. അപ്പൊ സ്വിഗ്ഗിയിൽ കണ്ട ആ ഒരു അഡ്രസ്സിൽ വന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ എങ്ങനെയാ എടുക്കുന്ന അങ്ങനെ ഒരു റെസ്റ്റോറന്റ് അവിടെ ഇല്ലെങ്കിൽ? ഇത് നമ്മുടെ തിരുവനന്തപുരം ഓഫീസാണ്. നമുക്ക് അവിടുത്തെ FSOക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ വ്യക്തമായ ഡീറ്റെയിൽ വേണം. ആക്ച്വലി ആ ഒരു ഓണറുടെ ഒരു നമ്പർ ഉണ്ട്, FSSAI നമ്പറും എന്റെ കയ്യിലുണ്ട്. FSSAI നമ്പർ മതിയാവോ? ഹോട്ടലിന്റെ ഡീറ്റെയിൽ വേണം, ലൊക്കേഷനും പേരും ഒക്കെ. ഹോട്ടലിനൊരു പേര്, സ്വിഗ്ഗിയിലൊരു പേര് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. അങ്ങനെ FSSAIന്റെ നമ്പർ മാത്രമേ ഒരു ജെന്യൂൻ ആയിട്ടുള്ള നമ്പർ ഉള്ളൂ. പിന്നെ ഒരു ഓണറിന്റെ നമ്പർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. അപ്പൊ അത് അനധികൃതമായിട്ട് നടത്തുന്നതായിരിക്കില്ലേ ചിലപ്പോ? അപ്പൊ അതിന് ആക്ഷൻ എടുക്കണ്ടേ? നമുക്ക് അതൊരു കറക്റ്റ് ലൊക്കേഷൻ നിങ്ങളുടെ FSOക്ക് അയക്കാൻ പറ്റത്തില്ല. ഇതിപ്പം എറണാകുളം അല്ലേ? എറണാകുളം. അപ്പൊ ഇതിനൊരു ആക്ഷൻ ഇല്ലാന്ന് സാറ് പറയുന്നത്. എനിക്ക് അറിയില്ല എന്താ ചെയ്യണ്ടേ. ഈ ഒരു നമുക്ക് ഡീറ്റെയിൽസ് കിട്ടാതെ എങ്ങനെ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത്? FSSAIന്റെ നമ്പർ ഉണ്ട്, ആ ഒരു ഡീറ്റെയിൽസേ ഉള്ളൂ. അതെ, ഒരു ഡീറ്റെയിൽസും ഇല്ലാണ്ട് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഇത്രയും മോശം ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരാള് ഇത് കഴിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം അല്ലേ? അവര് തന്ന ലൊക്കേഷനിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ലൊക്കേഷനിൽ ഇവിടെ അങ്ങനെ ഒരു ഹോട്ടൽ കാണുന്നില്ല. വേറെ കുറെ ഹോട്ടൽസ് ഉണ്ട്. ഇതിന് പേരും ഒരു മാറ്റി ഇതിട്ടതാണോന്നും അറിയില്ല. എന്തായാലും എന്തോ ഒരു ഇല്ലീഗൽ ഇതിലാണ് സംഭവം നടക്കുന്നത്. കാരണം അങ്ങനെ ഒരു ഹോട്ടൽ ഈ ലൊക്കേഷൻ ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ ഹോട്ടൽസിനെ ഇനിയിപ്പോ സ്വിഗ്ഗിയിൽ അവര് വേറെ ഓക്കെ ഓക്കെ റൈറ്റ് ഡോട്ട് ഫുഡ് സേഫ്റ്റി ഡോട്ട് കേരള.gov.in അല്ലേ? ശരി ശരി. ഓക്കെ ഓക്കെ. മറ്റേ അഡ്രസ് അയച്ചു. ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു. ഓ, എന്റെ പേര് അർജുൻ. ഓക്കെ. നടക്കുന്ന പരിപാടി ആലുവ. ഞാൻ FSSAI നമ്പർ വേണ്ടിക്ക് ഞാൻ സാറിന് ഫോർവേഡ് ചെയ്യാം. പിന്നെ അതിൽ തന്ന അഡ്രസ് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? അഡ്രസ്സും ഉണ്ട്. അഡ്രസ്സും വേണ്ടിക്ക് ഞാൻ സാറിന് ഫോർവേഡ് ചെയ്യാം. ഇൻ കേസ് ഞാൻ തരുന്ന നമ്പറിലേക്ക് മെയിൽ ചെയ്യാം. ഓക്കെ. ആ ഡീറ്റെയിലും ആ ഓണറുടെ ഇതും എല്ലാം വെച്ച്
ആ ഓക്കെ, നമ്പർ പറഞ്ഞോളൂ. Eat right. ഓ Eat, EATRIGHT. Eat right. ഒരു മിനിറ്റ്. EAT. EAT. ആ ഓക്കെ. T. ഓക്കെ. Right. RIGHT. Right dot. റൈറ്റ് ഡോട്ട് Food safety. ഫുഡ് സേഫ്റ്റി Dot. ഡോട്ട് Kerala dot gov.in. കേരള ഡോട്ട് gov.in അല്ലേ? ഓ, ആ ഇതിൽ ഓക്കെ. കയറിയിട്ട് ഇതെല്ലാ ഡീറ്റെയിലും കൊടുത്താൽ മതി. ആ ശരി ശരി, ഓക്കെ ഓക്കെ അപ്പൊ മറ്റേ അഡ്രസ് അയച്ചു. ഓക്കെ ഓക്കെ ഫൈൻ, താങ്ക് യു. അങ്ങോട്ട് പേര് പറഞ്ഞേ. ഓ അങ്ങോട്ട് പേര് പറഞ്ഞേ. എൻ്റെ പേര് അർജുൻ. ഓക്കെ. നടക്കുന്ന പരിപാടി ഒന്നുമില്ല. എടാ അതിന് അഡ്രസ്സ് മറ്റേ നാടൻ കലവറാന്നില്ല അഡ്രസ് ഇല്ലേ, ആ അഡ്രസ്സ് കൊടുത്താൽ പോരെ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഫുഡ് ഇവിടെ വേസ്റ്റ് കൊണ്ടുവിടാൻ പോവാ, ഒരു കാര്യമില്ലാണ്ട് വാങ്ങിയതാണ്, കഴിക്കണം എന്ന് വെച്ചിട്ട് വേസ്റ്റ് കൊണ്ടുവിടാൻ പോവാ. അപ്പൊ ഞങ്ങളാ റെസ്റ്റോറന്റ് എന്തായാലും കൺഫേം ചെയ്തു. നാടൻ കലവറാന്ന് സ്വിഗ്ഗി കാണും, ശരിക്കുള്ള പേര് സദേൺ സ്പൈസ് എന്നാണ്. അതവിടെ ഇപ്പൊ ഓപ്പൺ അല്ല, സദേൺ സ്പൈസ് ഞങ്ങൾ ഒഴിവാക്കിയതാ. ഇതുപോലെ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് മോശമായിട്ടല്ല. എന്താ പറയാ, സ്വിഗ്ഗി കയറി കഴിച്ചല്ലേ പൈസ തന്നിട്ട്. പൈസ എനിക്ക് റീഫണ്ട് വേണ്ടത് ഞാൻ പറഞ്ഞതാ. അപ്പം ലൊക്കേഷൻ എക്സാക്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനെ കറങ്ങി 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 അവിടെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നേ. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് തന്നെയായിരിക്കും. ഇത് ചായ കുടിക്കുന്ന ഇത് ചായ കുടിക്കുന്ന ഞങ്ങളുടെ റെസ്റ്റോറന്റ്. ഓക്കെ.